മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ മഹാനായ ശൈഖുന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, മഹാനവറുകൾ ഞങ്ങൾക്ക് ഓതിത്തരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അഗത്തി അബൂബക്കർ സഖാഫി ഉസ്താദ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ 54-ാമത്തെ വയസ്സിലാണ്, 53-ാമത്തെ വയസ്സിലാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. അത് നമുക്ക് വലിയ നഷ്ടമായി സഹോദരന്മാരെ. മഹാനായ അഗത്തി ഉസ്താദിനെ അനുസ്മരിക്കാതെ സ്മരിക്കാതെ ഈ സംസാരം നിർത്താൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ ജീവിതത്തിന്റെ ഓരോ വിജയത്തിന്റെ പിന്നിലും മഹാനായ അഗത്തി ഉസ്താദിന്റെ കരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് വന്ന് വാതിലിന്റെ അവിടെ നിൽക്കും. ആരാണ്, ഏത് കുട്ടിയാണ് ആദ്യം കാണുന്നത് എന്ന് നോക്കും. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കണ്ടതാണ്. അഗത്തി ഉസ്താദ് ആദ്യം കാണുന്ന കുട്ടിയെ വിളിക്കും. കുട്ടിക്കറിയില്ല എന്തിനാ ഉസ്താദ് വിളിക്കുന്നത്. കുട്ടിയെടുത്തെത്തിയ ഉടനെ ഒരു കാശ്, എന്താണ്, ചിലപ്പോ 10 രൂപയായിരിക്കും, ചിലപ്പോ 50 ആവും, ചിലപ്പോ 100 ആവും, ചിലപ്പോ 1 രൂപയാകും. എന്തെങ്കിലും ഒന്ന് കൊടുക്കും ആ കുട്ടിക്ക്. അത് ഏത് കുട്ടിയെന്നൊന്നുമില്ല. എന്നിട്ട് സബക്കിൽ ഞങ്ങളോട് പറയും, ഇന്ന് ഞാനൊരു സ്വതക്ക ചെയ്യും. എന്തുകൊണ്ട് മഹാനവറുകൾ പറയും, എല്ലാ ദിവസവും സ്വതക്ക ചെയ്ത ആളുകളുടെ ലിസ്റ്റ് അല്ലാഹു റഹ്മത്തിന്റെ മലാഖമാർ രേഖപ്പെടുത്തുമ്പോ ഇന്ന് സ്വതക്ക ചെയ്തവരിൽ എന്റെ പേരും ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാ ദിവസവും സ്വതക്ക ചെയ്ത ഒരു മഹാനവറുകൾ, എല്ലാ വിഷയത്തിലും ശക്തമായ പാണ്ഡിത്യമുണ്ടായിരുന്ന മഹാനുഭാവൻ. സബക്കിലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഫിഖ്ഹിന്റെ ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എല്ലാ കിതാബുകളും ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും ഉസ്താദിന്റെ സബക്കിന്റെ മേശന്റെ മുകളിൽ. അതിൽ തുഹ്ഫയുണ്ടാകും, അതുപോലെ തന്നെ നിഹായ ഉണ്ടാകും, മുഗ്നി ഉണ്ടാകും, ബുശ്റുൽ കരീം ഉണ്ടാകും, ഫത്ഹുൽ മുഈൻ ഉണ്ടാകും, ഖുലാസയുണ്ടാകും, റൗളയുണ്ടാകും. എല്ലാ കിതാബുകളും ഇങ്ങനെ വെച്ച് അതിലൊക്കെ അടയാളം വെച്ചിട്ടുണ്ടാകും. ഞങ്ങൾ സബക്കിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിതാബ് ഇങ്ങനെ തരും. എന്നിട്ട് ഉസ്താദ് ഞങ്ങൾക്ക് മഹല്ലിയായിരുന്ന ഓതി തന്നിരുന്നത്, മഹല്ലി ഓതുമ്പോ ഓരോ വിഷയങ്ങളെത്തുമ്പോ, ഓരോ മസ്അലകളെത്തുമ്പോ ഓരോരുത്തരുടെ കയ്യിലുള്ള കിതാബിലുള്ള ഇബാറത്ത് ഞങ്ങളോട് വായിക്കാൻ പറയും. അപ്പൊ എന്റെ കയ്യിലൊരു കിതാബ് ഉണ്ടെങ്കിൽ ആ കിതാബ് ഞാൻ തുറക്കുമ്പോ അടയാളം ഉസ്താദ് തന്നെ വെച്ചിട്ടുണ്ട്. തുറക്കുമ്പോ അത് വായിക്കാനും പ്രയാസമില്ല. ആ ഇബാറത്തിന്റെ അടിയിൽ ഉസ്താദ് തന്നെ വരയിട്ട് വെച്ചിട്ടുണ്ട്, കടലാസ് പെൻസിൽ കൊണ്ട്. പേന കൊണ്ടിടാറില്ല, കടലാസ് പെൻസിൽ. പിന്നെ മായ്ക്കണമെങ്കിൽ മായ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതെങ്ങനെ വായിച്ചു കൊടുക്കുമ്പോ തുഹ്ഫയിലെ ഒരു ഇബാറത്ത് ആ വിഷയവുമായി ബന്ധപ്പെട്ടത് എല്ലാവർക്കും കിട്ടുകയാണ്. പിന്നെ അടുത്ത കിതാബിലുള്ളത്, പിന്നെ ഓരോരുത്തരും അവരുടെ കരങ്ങളിലുള്ള കിതാബിലെ ഇബാറത്തുകൾ വായിക്കുമ്പോ 10ഓളം അല്ലെങ്കിൽ 15 കിതാബാണ് ഉസ്താദ് നൽകിയതെങ്കിൽ 15 ഇബാറത്തുകൾ, 15 ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലെ ഇബാറത്തുകൾ ഒരൊറ്റ സബക്കിൽ എല്ലാവർക്കും കിട്ടുകയാണ്. ഇത് എഴുതിക്കൊണ്ടുവരാൻ പറയും പിറ്റേ ദിവസം. ഞങ്ങൾ രാത്രി ഇരുന്ന് എഴുതും. ഇത് പിറ്റേന്ന് എല്ലാവരുടെ കയ്യിലും വലിയ നോട്ട് പുസ്തകം. അങ്ങനെ എഴുതി വെച്ച ധാരാളം ഗ്രന്ഥങ്ങൾ, നോട്ട് പുസ്തകങ്ങൾ ഞങ്ങളെ കരങ്ങളുണ്ട്. അന്ന് സബക്കിൽ എഴുതി വെച്ചത് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും, ഒരു ഉദാഹരണം, ഒരു ഉളുഹിയ്യത്ത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളെ നോട്ടങ്ങ് തുറന്നു കഴിഞ്ഞാൽ 10-15ഓളം ഫിഖ്ഹി ഗ്രന്ഥങ്ങളിലെ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട ആ ഒരു മസ്അല, അതിങ്ങനെ ഈ പറയപ്പെട്ട മുഴുവൻ കിതാബുകളിലെ ഇബാറത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ വിദ്യാർത്ഥികൾ അധ്വാനിപ്പിക്കുകയും അതിലുപരി ഉസ്താദ് നമുക്ക് വേണ്ടി തലേന്ന് രാത്രി ഉറക്കൊഴിഞ്ഞ് ഉസ്താദ് അധ്വാനിച്ച് അടയാളം വെച്ച് ലൈൻ വരച്ച് നമുക്ക് നൽകിയിരുന്ന, അങ്ങനെ ഒരു കഠിന ത്യാഗിയായിരുന്ന, സമൂഹത്തിന് സർവ്വതും സമർപ്പിച്ച, അവരുടെ ജീവിതം മുഴുവനും ദീനിപരമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ സമുന്നതനക്കു വേണ്ടി, കുട്ടികളെ ഉയർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ച മഹാനായിരുന്നു മഹാനായ അഗത്തി ഉസ്താദ്. നമ്മളോട് പറയും, തങ്ങളെ വിശ്രമം ഖബറിലാണ്. അതെല്ലാവരുടെ ഉസ്താദ് പറയാറുണ്ടായിരുന്ന ഒരു വാക്കാണ്. രസകരമായ ക്ലാസ് ആയിരുന്നു. പദ്യമായിട്ടും ബെയ്ത്തായിട്ടും ഒക്കെ ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. ഇമാം ബുഖാരി ജനിച്ച വർഷം അറിയണേ, 94 പിന്നെ 100 കൂട്ടണേ. അങ്ങനെ ഓരോരുത്തരെ ഓരോ മഹത്തുക്കൾ ജനിച്ച വർഷങ്ങൾ, അവര് വഫാത്തായ വർഷങ്ങൾ ഇങ്ങനെയൊക്കെ പാട്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരും. അറബി അക്ഷരമാലയുടെ അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഹാ, ഈ ഓരോ അക്ഷരങ്ങൾക്കും
ഓരോ എണ്ണങ്ങളുണ്ട്, അതതുകളുണ്ട്. അബ്ജദ് എന്നതിന് പറയാം. അതൊക്കെ നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിരുന്നു. 1 2 വജീമും 3 4 എണ്ണം കൊണ്ട് ദാലും വന്ന് 5 അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പറയും. 5 6 7 കഥ 8 9 19 കാഫ് 20 ലാം 30 മീം 40 നൂനെന്ന ഹർഫ് 50 സീൻ 60 ഐൻ 70 ഫ 80 90 സ്വാദും വഖാഫും 100 റാ 200 അങ്ങനെയാണ് പോകും. 300 ഷീൻ താ ഹർഫതും 400 വഹാകദാ സാഉൻ അതാ 500. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അദദുകൾ. ഈ രൂപത്തിലൊക്കെ വ്യത്യസ്തമായ വെറൈറ്റിയായ രൂപത്തിൽ ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന വലിയ നഷ്ടമായി. മഅദിനിന്റെ കലണ്ടറിൽ നിസ്കാര സമയം നിങ്ങൾക്ക് കാണാം. ആ നിസ്കാര സമയത്തിൽ ആ സമയം കണ്ടെത്തി അത് ഓരോ വർഷവും ഉസ്താദ് തിരുവനന്തപുരം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ GPS-ഉം മറ്റു സംവിധാനങ്ങളും വെച്ച് സൂര്യന്റെ അളവും കണക്കും നിഴലും ഒക്കെ നോക്കി അങ്ങനെയാണ് ആ നിസ്കാര സമയം കണ്ടെത്തിയിരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കലണ്ടർ നോക്കി നേരെ പകർത്തി എഴുതലല്ല മഅദിനിലെ കലണ്ടറുകൾ. അതൊക്കെ ചെയ്തിരുന്നത് ഉസ്താദിന്റെ കരങ്ങളായിരുന്നു. ഇന്ന് ഖബറിലാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പൊന്നാനി വലിയ ജുമുഅത്ത് പള്ളിയിലെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് അല്ലാഹുവേ, ആ മഹാനായ അഗത്തി ഉസ്താദിന്റെ ഖബറ് നീ സ്വർഗ പൂന്തോപ്പാക്കണ റഹ്മാനെ. സ്വർഗീയ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണ റഹ്മാൻ. സ്വർഗീയ പാനീയങ്ങൾ നീ കുടിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് കോതിത്തന്ന് ഞങ്ങളിതാ ഞങ്ങളെ മക്കൾ കോതിക്കൊടുക്കുന്നു. അവിടുന്ന് കോതിത്തന്നത് അല്ലാഹുവേ, അതിനൊക്കെ തക്കതായ പ്രതിഫലം മഹാനായ ഉസ്താദ് അവർക്ക് നൽകണേ റഹ്മാനെ. ആ ഉസ്താദിനെ നമുക്ക് നൽകിയത് മഹാനായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, മഹാനായ ശൈഖുന ഉസ്താദിന്റെ ഒരു നിഴല് പോലെ ജീവിച്ചിരുന്ന, ഉസ്താദിനോട് വളരെ മഹബത്ത് വെച്ച് പുലർത്തി ജീവിച്ചിരുന്ന ആളായിരുന്നു അഗത്തി ഉസ്താദ്. ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ശക്തമായ തലവേദന ഉണ്ടായിരുന്നു, ദർസ് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാനൊരു ഉസ്താദിന്റെ അരികിൽ റൂമിൽ പോയിക്കൊണ്ട് ഖലീൽ തങ്ങളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ശക്തമായ തലവേദനയുണ്ട്, ദർസ് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഉസ്താദ് അവിടെ ഇരുത്തിയിട്ട് എനിക്ക് മന്ത്രിച്ചു തന്നു. ആ മന്ത്രം കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിട്ടേ ഇല്ല എന്നൊരിക്കൽ മഹാനായ അഗത്തി ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു. മക്കളെ പേരൊക്കെ എങ്ങനെ അറിയും? മക്കളെ പേരൊക്കെ നമുക്ക് മാതൃകയാക്കേണ്ട പേരുകളാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഹസൻ, ഹുസൈൻ, ഇങ്ങനെ 6 മക്കളാ ആൺകുട്ടികൾ. പെൺകുട്ടികൾ റഫീദ, ഖദീജ, അതുപോലെ ഹഫ്സ. ഖദീജ, ഹഫ്സ, ഇങ്ങനെ 2 പേരുകൾ. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട്. അവിടുന്ന് പറയും, ഓരോ മക്കളുണ്ടാകുമ്പോ നമ്മളോട് പറയും, ആരുടെ പേരാണോ അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ പേരിടുമ്പോ അവരെ സ്വഭാവം എന്റെ കുട്ടിക്ക് ഉണ്ടാവണമെന്ന് കരുതിയിട്ട് ആ പേരിട്ടാൽ ആ ഒരു സ്വഭാവം കുട്ടിക്കുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ പേരുകൾ ഉസ്താദ് ഇടാറുള്ളത്. ഇപ്പം പഠിച്ചവനെ എന്തെല്ലാം തരത്തിലുള്ള പേരുകളാണ്. നിക്കാഹൊക്കെ ചെയ്യാൻ പോകാൻ മടിയായി തുടങ്ങി. കാരണം നിക്കാഹിന്റെ സദസ്സിൽ ഓരോ പേരുകൾ കണ്ട് പറയും. മോളെ പേരെന്താ ചോദിക്കുമ്പോ എന്താ പറയാ, ഭയങ്കര ഇംഗ്ലീഷിൽ ഇഡിയംസ്, ഫ്രേസ് എന്നൊക്കെ പറഞ്ഞ സംഗതികളുണ്ട്, കടുകട്ടിയുള്ള വാക്കുകൾ. അതുപോലുള്ള പേര് ജീവിതത്തിൽ അത് മുസ്ലിമാണോ അമുസ്ലിമാണോ ഏതാ വകുപ്പ് എന്ന് പോലും തിരിച്ചറിയാത്ത രൂപത്തിലുള്ള പേരുകൾ. എന്നാലും ഒരു പേര് ആയിഷ സിന. എന്താ സിന എന്ന് പറഞ്ഞ വ്യഭിചാരം എന്നാണ് അർത്ഥം. എന്നിട്ട് ഉസ്താദ് നല്ല രസല്ലേ പേര്, ആയിഷ സിന, ZINA, നല്ല സുഖാണ് എഴുതാൻ. ഞാൻ പറയും, എന്താ സഹോദരങ്ങൾ എന്ത് പേരാട്ടത്? ഇങ്ങനെയൊക്കെ ആളുകൾ ഒന്നും അറിയില്ല. ആ രൂപത്തിലൊക്കെയാണ് ആളുടെ പേരിടുന്ന രൂപം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പേരിടുമ്പോ ഇന്റർനെറ്റിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കിട്ടും. അതല്ല, അതൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെ നല്ല പേരുകൾ തന്നെ മക്കൾക്ക് ഇടാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആ മക്കള് ഭാവിയിൽ നാളെ മഹ്ശറ വൻസഭയില് ആ മക്കളെ പേരവിടെ വായിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ.